മക്കൾ ഉപേക്ഷിച്ചതോടെ ഭക്ഷണവും മരുന്നുമില്ലാതെ പ്ലാസ്റ്റിക് ഷെഡിൽ ദുരിത ജീവിതത്തിലാണ് ഇടുക്കിയിലെ വൃദ്ധ ദമ്പതികൾ. വണ്ടിപ്പെരിയാർ ഡൈമുക്ക് എട്ടേക്കർ പുതുവൽ സ്വദേശികളായ സെൽവിയെയും നെൽസനെയും അധികൃതർ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. 8 വർഷമായി തളർന്നു കിടപ്പിലാണ് സെൽവി. വലിയ പ്രതീക്ഷയോടെ വളർത്തിയ ആൺമക്കൾ വിവാഹം കഴിച്ച് സ്വന്തം കാര്യം നോക്കി പോയതോടെ ഒറ്റയ്ക്കായി നെൽസനും സെൽവിയും. 9 വർഷം മുമ്പാണ് ഇവിടെ ഈ വീടും സ്ഥലവും വാങ്ങുന്നത്. 1.5 ലക്ഷം രൂപ SC ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലഭിച്ചു. വീട് വാങ്ങിയ വർഷം തന്നെ പുറകിൽ നിന്നിരുന്ന മരം വീടിന് മുകളിലേക്ക് വീണ പൂർണ്ണമായി തകർന്നു. ഇതോടെ വാടക വീടെടുത്ത് മറ്റൊരിടത്തേക്ക് മാറി. 1 വർഷം കഴിയും മുമ്പ് വെള്ളവുമായി വീണ സെൽവി കിടപ്പിലായി. യഥാസമയം ചികിത്സിക്കുവാനോ മരുന്ന് വാങ്ങി നൽകുവാനോ കഴിഞ്ഞില്ല. വെള്ളത്തിന് പോയായിരുന്നു ഞാൻ. വെള്ളത്തിന് മുമ്പ് അവർ വീട് ആരില്ല, അങ്ങനെ തെന്നി വീഴുന്നായിരുന്നു. അങ്ങനെ 4 മിനിറ്റ് അങ്ങനെ കിടന്ന് അങ്ങനെ ആയിരുന്നു കാല്. എനിക്ക് പെൻഷനില്ല, ഒന്നുമില്ല. വാടക കുടിശ്ശികയായതോടെ ഉടമ ഇവിടെ നിന്നും മാറുവാൻ ആവശ്യപ്പെട്ടു. പിന്നീട് സ്വന്തമായുള്ള മണ്ണിൽ തകർന്നു കിടക്കുന്ന വീടിന് മുൻപിൽ ഒരു ഷെഡ് വെച്ച് താമസം മാറി. ചെറിയൊരു ചാറ്റൽ മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ഇവിടെയാണിപ്പോൾ ദുരിത ജീവിതം. 2000 റേഷൻ കടയിൽ നിന്ന് 10 കിലോ അരി കിട്ടുന്നുണ്ട്. അത് ഒരു മാസം തികയത്തില്ല. അത് 3 നേരം കഴിക്കുന്ന 2 നേരമായിട്ട് വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ പണിക്ക് പോകുന്നില്ല. കുടുംബം കിടപ്പിലായതിനു ശേഷം പണിക്കൊന്നും പോകുന്നില്ല. സഹായിക്കാൻ ആരുമില്ല. ഭക്ഷണവും മരുന്നും കൃത്യസമയത്തില്ലാത്തതിനാൽ ഇവരുടെ ആരോഗ്യനിലയും മോശമാണ്. സുമനസുകളുടെ സഹായം കാത്തിരിക്കുകയാണ് ഈ വൃദ്ധ ദമ്പതിമാർ. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ.